ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞ പോലെ ലോകം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ കാണാൻ വീടും വസ്തുവൊക്കെ പണയപ്പെടുത്തി ഇറങ്ങിക്കോ എന്ന ഡയലോഗിന്റെ മോട്ടിവേഷൻ പ്രകാരം ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ വർഷങ്ങളായുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇവിടെ ചിറക് മുളയ്ക്കുകയാണ് ഗൈസ്. ഞാൻ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടേക്കാണെന്നോ? മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, തായ്ലൻഡ്. എനിക്കിത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു യാത്രയാണ്. ഒന്നാമതായിട്ട് ഇതെൻ്റെ ജീവിതത്തിലെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രാവലാണ്. രണ്ടാമതായിട്ടോ എൻ്റെ കൂടെ വരുന്ന ഇവരുണ്ടല്ലോ, ഇവരെൻ്റെ ഫാമിലിയോ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരുമല്ല, തീർത്തും സ്ട്രേഞ്ചേഴ്സ്. ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ്. അങ്ങനെ ചെക്ക് ഇൻ ഒക്കെ ചെയ്തതിന് ശേഷമായിട്ട് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ KFC ഒക്കെ കഴിച്ച് പതുക്കെ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിനുള്ള ടൈമായി. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്, ക്യൂരിയോസിറ്റി ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അച്ചീവ് ചെയ്യുമെന്ന ഒരു വാശിയുള്ള ഒരു സാധനമായിരുന്നു ദിസ് വ്യൂ ടു ദിസ് വ്യൂ. അതെന്തായാലും സാധിച്ചു. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. എന്നാൽ അവർ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അവരോടൊന്നും പറയാതെ മിണ്ടാതിരുന്ന് നമ്മുടെ എനർജി വേസ്റ്റ് ആക്കാതെ നമ്മുടെ എനർജി എല്ലാം കൂടെ കൂട്ടി വെച്ച് ഒരു ദിവസം അവരുടെ തലയ്ക്ക് മുകളിൽ കൂടെ പറക്കുക. അന്നേരം കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ത്രില്ലടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അവൻ്റെതായ ഭാഷയിൽ ഫ്ലൈറ്റ് പൊങ്ങാൻ നേരമുള്ള ഒരു കൗണ്ട് ഔട്ട്. അങ്ങനെ ഫ്ലൈറ്റ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊലാലംപൂർ എയർപോർട്ടിലേക്ക് പറന്നുയർന്നു. ഈ യാത്രയിൽ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവരെല്ലാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്